എൻ്റെ ബാക്കിലുള്ള ഈ ഒരു വണ്ടി നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഏകദേശം ഒരു 6 to 7 months ബാക്ക് നിങ്ങൾ സെയിൽ പോസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഈ ഒരു വണ്ടി അതിന് മുമ്പേ തന്നെ നമുക്ക് അഡ്വാൻസ് ആയ വണ്ടിയാണ്. അപ്പോൾ ഇത് സെയിൽ അല്ലെങ്കിൽ ഇത് എൻ്റെ കയ്യിൽ കൂടെ ഉണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾക്ക് അറിയാം, ഇത് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്ന വണ്ടിയാണ്. ആ ഒരു ലോങ് ഡ്രൈവ് ഏകദേശം ഒരു 1200 കിലോമീറ്റേഴ്സ് ലൈക്ക് അത്രയും നമ്മൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് വന്നതാണ്. അത്രയും എനിക്കിഷ്ടമുള്ളൊരു വണ്ടി തന്നെയാണ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒരു ഫ്രണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി എടുത്തിരിക്കുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. സോ ഇന്ന് വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1.5 years ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു വണ്ടി റീസ്റ്റോറിങ് ലാസ്റ്റ് ഒരു 3 months ബാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാബ്സ് മിൽസ് മെറ്റീരിയൽ തന്നെയാണ്. ഈ ഒരു വണ്ടിയിൽ ആക്ച്വലി ബേസിക്കലി വേറെ പ്രത്യേകിച്ചൊന്നും അഡീഷണൽ ആഡ് ഓൺസ് നമുക്കില്ലെങ്കിലും വണ്ടിയുടെ പെയിൻറ്റിങ് ആയാലും വണ്ടിയുടെ ഡീറ്റെയിലിംഗ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ആക്സറീസ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മുടെ ഓണറിൻ്റെ ഇഷ്ടപ്രകാരം പുള്ളി തന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ആ ഒരു ഹാപ്പി ഡേ ആണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ എന്താ പറയുക കസ്റ്റമർ ലൈക്ക് നമ്മുടെ ഒരു പ്രൗഡ് ഓണറിന് ഒരാളും കൂടെ ജിപ്സി ഓൺ ചെയ്യുകയാണ്. ഹാർട്ട് ഓഫ് ജിപ്സിയാണ്. 2000 വെഹിക്കിളാണ് നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് ഞാൻ ഉള്ളത് ആക്ച്വലി കൊല്ലത്ത് തന്നെയാണ്. എൻ്റെ ഹൗസ് അല്ലെങ്കിൽ ലൈക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 35 kilometers ആണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കസ്റ്റമറിന് ഈ ഒരു വണ്ടി ഡെലിവറി ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിലിംഗ് തരാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്കിൽ എൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി ഫുൾ വണ്ടിയുടെ ഒരു വ്യൂവും വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. നമ്മുടെ അന്ന് നമ്മൾ എന്താ പറയുക, നമ്മൾ ശരിക്കും കർണാടകയിൽ ഒരു വണ്ടി ഡെലിവറി കൊടുത്ത പോലെ ഇന്ന് നമ്മുടെ വളരെ ഹാപ്പി എൻഡിങ് ആയിട്ടുള്ളൊരു ഡെലിവറി ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പുതിയ ഓണർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ഒന്ന് കാണുക. എന്ന് വെച്ചാൽ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ എന്താണെന്നില്ല. അപ്പോൾ വണ്ടിയിൽ ശരിക്കും ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈവൻ ലൈക്ക് നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ നമ്മൾ വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു എംപ്റ്റി ടയേഴ്സ് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അത്യാവശ്യം ഓഫ് റോഡും പല ഉള്ളേരിയകളിൽ നമുക്ക് കിട്ടാറുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആക്സിലറയുടെ 235 ഒരു ടയേഴ്സ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈവൻ ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാം. അതോടൊപ്പം ഡെലിവറി നമുക്ക് ചെയ്യാം. നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സോൾജറിൽ ഉള്ള പോലത്തെ തന്നെയാണ് ഒരു മൈനസ് ഹെഡ് ലാംപ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്നോർക്കലും സെയിം ആസ് ഇറ്റ് ഈസ് നമ്മുടെ സോൾജറിൽ വന്നിരിക്കുന്ന അതേ സ്നോർക്കൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടിയുടെ എടുത്ത് പറയേണ്ട പെയിൻറ്റ് സ്കീമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പെയിൻറ്റ് സ്കീം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റിൽ എന്താണ് വരുന്നത് വെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്കുള്ള ആൻസർ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് സ്കീം നമ്മൾ ടാറ്റയുടെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2016 വന്നിരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്നാണ്. ഇത്രയും ക്ലൂ തന്നെ ഞാൻ തരാം. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അറിയാവുന്നവർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ദാറ്റ് മീൻസ് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. അരിസോണ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ എടുത്തിട്ടുള്ളത്. അത് വന്നിരിക്കുന്നത് ടാറ്റയുടെ ഹെക്സ എന്ന് പറഞ്ഞൊരു വാഹനത്തിൽ തന്നെയാണ്. പിന്നെ ബേസിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോസ്റ്റോടെ ഗസ് ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി ഒരു സോൾജറിൻ്റെ ആ ഒരു പെയിൻറ്റ് കോസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ നിങ്ങൾ ഗസ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ലിംറൈസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടുത്തെ ചില മോഡിഫിക്കേഷൻ പ്രശ്നങ്ങൾ കാരണം ഞാൻ ലിംറൈസർ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ക്ലാംസ് മാത്രമാണ് ഫ്രണ്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം മുകളിലോട്ട് ലിംറൈസർ കൊടുക്കുന്ന സമയങ്ങളിൽ ഇപ്പോൾ അത്രയും ഒരു പ്യൂർ ഓഫ് റോഡും കാര്യങ്ങളും ഒന്നും ഇതിൻ്റെ ഓണർ പോകാൻ പോകുന്നില്ല. ജസ്റ്റ് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഷോ പർപ്പസ് വല്ലപ്പോഴും വീക്കെൻഡ് ഡ്രൈവ്സ് പോവുക, അതാണ് പുള്ളിയുടെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുള്ളി ഒരു ശരിക്കും ഒരു ഗൾഫ് മലയാളി ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രമായിരിക്കും വണ്ടി ഒരു ഡ്രൈവ് വരുന്നത്. പിന്നെ നാട്ടിലുള്ള എന്തെങ്കിലും ചെറിയ ഡ്രൈവുകൾ മാത്രമാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കസ്റ്റമറിൻ്റെ നീഡ് പർപ്പസ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ മോഡിഫിക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം 2 ബോണറ്റ് ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതും നമ്മുടെ സോൾജറിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സൈഡ് ഹിഞ്ചസ് നമ്മൾ സൈഡ് സ്റ്റെപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ശരിക്കും ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫുഡ് റെസ്റ്റ് വേണ്ട എന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ ഒരു എസ്തറ്റിക് സെൻസിൽ ആ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസിനെ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട്. ടയേഴ്സ് 5 പുതിയ ടയേഴ്സാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്സിലറയുടെ സെയിം 235 വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എം ടി റിംസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള എം ടി റിംസാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ഇന്റീരിയർ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സോൾജർ നമ്മുടെ ഫാബ്സ് വീൽസിൻ്റെ ബ്രാൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈംസ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റീരിയറിൽ ചില കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. നമ്മൾ വണ്ടിയുടെ ഇന്റീരിയറിൽ ആക്ച്വലി നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾസ്റ്ററി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെയിൻലി നമുക്ക് ഇത്തിലൂടെ ഇങ്ങോട്ട് വന്നാലാണ് അപ്പോൾസ്റ്ററി നമുക്ക് കാണാൻ പറ്റുള്ളൂ.
നമ്മളത് എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ശരിക്കും ആ ഒരു വണ്ടിയുടെ ലക്ഷറി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളൊരു 10 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ആട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്ന ഒരു മീഡിയ പ്ലെയർ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സെയിം നമ്മുടെ സൗണ്ട് ബോസിൻ്റെ നമ്മുടെ സോൾജർ ചെയ്തിരിക്കുന്ന അതേ സെയിം കമ്പനിയുടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സിലോട്ടൊന്നും പോകുന്നില്ല. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സാധനം തന്നെയാണ്. അതോടൊപ്പം നമ്മളൊരു 4 ചാനൽ സ്പീക്കേഴ്സും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നിന്നാണ് നമുക്ക് അപ്പോൾസ്റ്ററി കാണിക്കാൻ ഏറ്റവും എന്താ പറയുക അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കാം. നമ്മൾ ഇൻറ്റീരിയർ ആക്ച്വലി ചെയ്തിരിക്കുന്ന ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്നുള്ള ആക്ച്വലി ഞാൻ പറയാൻ വിട്ടുപോയി. ബ്ലൂ വെയിൽ എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി 2 സീറ്റ്സ്, ഫ്രണ്ടിൽ 2 സീറ്റ്സ് ആയാലും നമ്മുടെ ബാക്കിൽ റിയറിൽ വരുന്ന 2 ബെഞ്ച് സീറ്റ് ആയാലും വണ്ടിയുടെ ടോട്ടൽ ഓവറോൾ ഇൻറ്റീരിയർ നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലാക്കിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നീറ്റ്നെസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ അപ്പോൾസ്റ്ററി ടീം തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. നടുക്ക് നമ്മുടെ വണ്ടിയുടെ മിഡിലിൽ നമുക്കറിയാം ആംറസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ആഫ്റ്റർ മാർക്ക് ഒരു ആംറസ്റ്റ് സെയിം ആസ് നമ്മൾ സോൾജറിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സെയിം ആംറസ്റ്റ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ആ ഒരു നീറ്റ്നെസ്സിനെ ഒരു തരത്തിലും കില്ല് ചെയ്യാത്ത തരത്തിൽ തന്നെയാണ് നമ്മൾ അപ്പോൾസ്റ്ററിയുടെ ആ ഒരു കളറും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ നമ്മൾ കൊടുത്തിട്ടുള്ളത്. 3 മാസങ്ങളായിട്ട് എന്നെ ശരിക്കും പറഞ്ഞ ഗൾഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോൾ വന്നുകൊണ്ടിരുന്നത് ഈ ബ്ലൂ വെയിലിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ വീഡിയോ അല്ലെങ്കിൽ ബ്ലൂ വെയിലിൻ്റെ എന്താ പറയുക നമ്മൾ ഈ ഒരു റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നിങ്ങൾ നമ്മളെ വിളിക്കുന്ന സമയത്ത് ഒരു ജിപ്സി കടയിൽ ചെന്ന് വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പാടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ജിപ്സിയെ സംബന്ധിച്ചുള്ളത് റീസ്റ്റോർ ചെയ്യുമ്പോഴല്ല ജിപ്സിയല്ല ഏത് പഴയ വണ്ടികളായാലും നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത് ഓടിപ്പോൾ ഒരു സാധനം വാങ്ങുന്ന പോലെയല്ല. വളരെ മൈന്യൂട്ടായിട്ടിരുന്ന് റീസ്റ്റോർ ചെയ്ത് സമയം എടുത്തിട്ട് വേണം നമ്മളെപ്പോഴും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കസ്റ്റമേഴ്സിന് എപ്പോഴും ആ ഒരു വെപ്രാളം അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്കൊരു ആവശ്യം ഉണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട് ഈ വീഡിയോ ശരിക്കും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മളെപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഒരു റീസ്റ്റോറേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ പോയി ബുക്ക് ചെയ്ത് വണ്ടി വാങ്ങുന്ന ഒരു പ്രോസസ്സല്ല. മാക്സിമം നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന് ഇതിൻ്റെ സാധനങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോന്നിൻ്റെയും വരായികളൊക്കെ അറിഞ്ഞ് വേണം നമ്മളെപ്പോഴും ഒരു വണ്ടിയിലോട്ട് എത്തിപ്പെടാനും അതോടൊപ്പം തന്നെ അത് റീസ്റ്റോർ ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ഡിസൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു രീതിയിലോട്ട് ഈ വണ്ടി മാറ്റാനായിട്ട്. അപ്പോൾ എന്തായാലും ബ്ലൂ വെയിലിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കസിൻ നിങ്ങൾക്ക് അറിയാം, അർജുന ക്യാമ്പിംഗ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൾക്ക് എന്തായാലും ക്ലാസ്സിന് പോകണം. അതോടൊപ്പം തന്നെ നമ്മൾ ഏർലി മോർണിംഗ് ആണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡെലിവറി ചടങ്ങിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്രൗഡ് ഓണറിനെ നമ്മുടെ സ്ക്രീനിലോട്ട് വിളിക്കാം. വിളിച്ചതിന് മുമ്പ് അപ്പം തന്നെ ഓടിച്ചാടി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലൂ വെയിലിൻ്റെ ഓണർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. ആക്ച്വലി ഞങ്ങളൊരു യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തൊട്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഈ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ജിപ്സിയിൽ എനിക്ക് കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അത് ഭയങ്കര കോറായിട്ടുള്ള കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ശരിക്കും നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു പ്രൂഫ് തന്നെയാണ് ശരിക്കും ജൂബിൾ. അപ്പോൾ എന്തായാലും ഈ കീ കൊടുക്കാനുള്ള സമയമായില്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ വേണോ? അപ്പോൾ ഈ ഒരു കീ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും സെറ്റ് ചെയ്തതാണ്. നമ്മൾ നിന്ന് പറഞ്ഞ വണ്ടിയുടെ അവർ കാണാൻ പറ്റുന്നില്ല. ഇന്നലെ നൈറ്റ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ കുറച്ച് വീഡിയോസ് എന്തെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിയ സിനിമാറ്റിക് ആയിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് വന്നു, ഒരുപാട് എന്താ പറയുക ആഡംബരങ്ങളായിട്ട് ഈ ഒരു ഡെലിവറി ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഹോംലി. ഇതിൻ്റെ ബാക്കിലുള്ളത് ജൂലിൻ്റെ കസിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ ഫാമിലി അപ്പുറത്ത് തന്നെയാവുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട് വണ്ടി ഓടിക്കാൻ? 7 ദിവസം. അപ്പോൾ ഞാൻ എന്തായാലേ മൈക്ക് ജൂലിനൊന്ന് കൊടുക്കാം. എന്താണ് ഈ ഒരു വണ്ടിയിലോട്ട് വരാനുള്ളൊരു സാഹചര്യം? എങ്ങനെ ജിപ്സിയിലോട്ട് എത്തി? ജിപ്സി പണ്ട് തൊട്ടേ ഉള്ളൊരു വികാരമല്ലേ ജിപ്സി? അതെ, ഒന്നാമത് 1990 കിഡാണ്. അതെ, 1990s ആണ്. സോ ജിപ്സി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ പണ്ട് തൊട്ടേ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഇങ്ങനെ വാച്ച് ചെയ്ത് ഇപ്പോൾ അത് എടുക്കാനുള്ള ഒരു ചെറിയൊരു ആയി കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അതാണിപ്പോൾ ഈ ബ്ലൂ വെയിലോട്ട് എത്തിയിരിക്കുന്നത്. എത്ര വർഷമായി നമ്മൾ ബ്ലൂ വെയിലോട്ട് എത്തിയിട്ട്? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഇപ്പോൾ ഏകദേശം ഒരു 1.25 വർഷമായി നമ്മൾ ഈ വണ്ടി 2 വർഷത്തിനുള്ളിലായി വണ്ടി എടുത്തിട്ട്. ആക്ച്വലി ഈ ജൂബിൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് ക്യാമറ ഫേസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ജൂബിളിന്റെ കാര്യങ്ങൾ. ഞാൻ കുറച്ചൊന്ന് കൃത്യമായിട്ട് പറയാം. ഏകദേശം ഞാൻ പറഞ്ഞു 2 years ആയി നമ്മൾ ഈ ഒരു വാഹനം എടുത്തിട്ട്. നമ്മളിപ്പോൾ ഒരു 3 months ബാക്കാണ് റീസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ഓരോ വട്ടവും ഇത് ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളൊരു ശരിക്കും ഒരു ആങ്സൈറ്റി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ എന്തായാലും നമുക്ക് ജൂബിളിനോട് ചോദിക്കാം. എങ്ങനെയുണ്ട് വർക്ക്? ഇഷ്ടപ്പെട്ടോ? വർക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ
കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചോളം നമുക്ക് ഈ കിട്ടുന്ന ആ ചില വേർഡ്സ് ആണ് ശരിക്കും ഇനി ഒരുപാട് മൈൽസ് ടു ഗോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ജിപ്സി ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരാൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു പുതിയൊരു ഓടിക്യൂസോ അല്ലെങ്കിൽ ഏത് വണ്ടി പോകുന്നതിനേക്കാളും ഒരു മീൻസ് ലൈക്ക് ആൾക്കാരുടെ ഒരു അട്രാക്ഷൻ നമ്മളിലോട്ട് എത്താറുണ്ട്. അപ്പൊ അത് തന്നെയാണ് ശരിക്കും ജിപ്സിയിലോട്ട് എത്തുക. പിന്നെ നമ്മുടെ കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട്, കുറെ പഴയ ഫിലിംസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ശരിക്കും ജിപ്സി ഓണേഴ്സിനെ വണ്ടിയിലോട്ട് എത്തിക്കുന്നത്. പിന്നെ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിലോട്ടൊന്നും കിടക്കാൻ സമയമില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ഹാൻഡ് ഓവറിങ് നമ്മൾ വണ്ടി ബ്ലൂ വെയിലിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. KL23 രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടി, ഇപ്പോഴും എൻ്റെ പേര് തന്നെയാണ് ഉള്ളത്. നമ്മൾ ഉടനെ തന്നെ അതിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 1.5 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലുള്ള നമ്മുടെ കഷ്ടപ്പാട് ഇവിടെ കൊണ്ട് എന്താവുകയാണ്. കാരണം ഒരു വലിയ ജേർണിയാണ് നമ്മളിവിടെ എത്തിച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും, ഞങ്ങളെ സഹിച്ചിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ ഇതെന്തായാലും ഇത് നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോസിന് ഇടയ്ക്ക് ഒരു ഡെലിവറി വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ കൊടൈക്കനാൽ സീരീസും അതോടൊപ്പം തന്നെ നമ്മുടെ മേഘമല സീരീസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. സോ എന്തായാലും മറക്കാതെ വാച്ച് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഫാബ്സ് ഗുഡ് ബൈ. പറഞ്ഞു 90s കിഡ്സ് ആണ്. സോ എനിക്ക് ജിപ്സിയോട് വളരെ വലിയ താല്പര്യമാണ്. ഇതില്ല ഇത് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് അങ്ങനെയല്ല പറഞ്ഞു.